ഞാനിന്നൊരു വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. ഞങ്ങളൊരു മാരേജ് ഫംഗ്ഷനിൽ പങ്കെടുത്തതും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. 22 വർഷത്തിന് ശേഷം എൻ്റെ കൂട്ടുകാരികളെയൊക്കെ വീണ്ടും കാണാൻ പറ്റി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ കല്യാണത്തിന് പോകണോ പോകേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു തലേ ദിവസം വരെ. കൊറോണ ടൈം ആണല്ലോ. തലേ ദിവസം രാത്രി തന്നെ ഫംഗ്ഷൻ ഇടാനുള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെക്കുകയാണ്. പിന്നെ മാർച്ച് 21-നാണ് ഈ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. കുറേ വീഡിയോസ് പെൻഡിങ് ഉള്ളതുകൊണ്ടും റമദാൻ ഈദും ഒക്കെ വന്നതുകൊണ്ടും അതിൻ്റെ തിരക്കിൽ പെട്ടുപോയി. അതുകൊണ്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഡിലേ വന്നു. അങ്ങനെ 21-ാം തീയതി രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരുക്കങ്ങളാണ്. ദോശയും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. ചായ തയ്യാറായി. ദോശ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കഴുകിയെടുത്ത് കുളിക്കാനും ഡ്രസ്സിങ്ങിനും ഒക്കെ പോയി. കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചെയ്ത് ഞങ്ങൾ കാറിൽ കയറി യാത്ര ആരംഭിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിൻസ് ഫുഡ് കോർട്ട്. ഞാൻ ഇന്നൊരു മാരേജ് ഫംഗ്ഷൻ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ കൂടെ കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന ഒരു ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണത്തിനാണ് പോകുന്നത്. പുലാമന്തോൾ പാലൂർ എന്ന സ്ഥലത്താണത്. അവിടെ ലാഫസ്റ്റർ റീജൻസിയിൽ വെച്ചാണ് നടക്കുന്നത്. അതിൻ്റെ യാത്രയിലാണ് ഞാനും മോനും മോളും. ഞങ്ങൾ പോകുന്ന വഴി മണ്ണാർക്കാടുള്ള എൻ്റെ 2 കൂട്ടുകാരികളും പെരിന്തൽമണ്ണയിൽ നിന്ന് കാറിൽ കയറുന്നുണ്ട്. പോകുന്ന വഴി ഒരു ഗിഫ്റ്റും കൂടി വാങ്ങുന്നുണ്ട്. ഫിഷറുടെ ഒരു ബിരിയാണി പോട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഗിഫ്റ്റായി കൊടുത്തത്. ഇതെൻ്റെ 2 ഫ്രണ്ട്സാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് കല്യാണത്തിന് പോകുന്നത്. അതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുകയാണ്. അങ്ങനെ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ വഴി തെറ്റാതെ തന്നെ ഓഡിറ്റോറിയത്തിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വെൽക്കം ചെയ്യാനായി ഹക്കീംക്ക നിൽപ്പുണ്ടായിരുന്നു. ഹക്കീംക്ക സാജിയുടെ ഹസ്ബൻഡാണ് കേട്ടോ. ഓഡിറ്റോറിയത്തിനുള്ളിൽ കയറിയപ്പോൾ തന്നെ സാജി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച് ഞങ്ങൾ മുകളിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ തന്നെ ഡിഗ്രിക്ക് എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരികളെയൊക്കെ കാണാൻ പറ്റി. കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാൻ തുടങ്ങി. എല്ലാവരെയും കൂടി ഒരുമിച്ച് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. ആ പഴയ കാലം തിരിച്ചു കിട്ടിയ പോലെ. ഇവരെയൊക്കെ കാണാൻ പറ്റുമെന്നറിഞ്ഞപ്പോൾ കല്യാണത്തിന് വരാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കൂടി. നമ്മുടെ തൃശ്ശൂർക്കാരിയായ ദിൽഷാദ് വന്നതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത്. ആള് പെരിന്തൽമണ്ണക്കാരിയാണെങ്കിലും കല്യാണം കഴിച്ചത് തൃശ്ശൂരിലോട്ടാണ്. തലേ ദിവസം വിളിച്ചപ്പോൾ വരുന്ന കാര്യത്തിൽ വലിയ ഉറപ്പൊന്നും അവൾ പറഞ്ഞിരുന്നില്ല. ദൂരം കൂടുതലായതുകൊണ്ട് വരുമെന്ന് പ്രതീക്ഷിച്ചതുമില്ല. ബ്രൗൺ ചുരിദാറിട്ടിരിക്കുന്ന ആളാണ് നമ്മുടെ ദിൽഷ. സംസാരിച്ച് ഫുഡ് കഴിക്കാൻ പോകേണ്ട കാര്യം തന്നെ ഞങ്ങൾ മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്ന് പിന്നീട് ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ. സാജിയെ ഇതിലൊന്നും കൂട്ടാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ മക്കളും ഫോട്ടോസിലൊന്നും നിന്നിട്ടില്ല. ഫുഡ് കഴിഞ്ഞ് ബാൽക്കണിയിലൂടെ എല്ലാവരും നടന്നു പോകുമ്പോഴാണ് ബ്രൈഡിനെ കണ്ടതും അടുത്ത് നിർത്തി എല്ലാവരും ചേർന്ന് ഒരു ഫോട്ടോ എടുത്തു. പിന്നെ നിക്കാഹിൻ്റെ ചടങ്ങുകളായിരുന്നു. ദൂരെയുള്ളവർക്ക് വീട്ടിലെത്താൻ അർജൻറ്റായിരുന്നു. അതുകൊണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. അങ്ങനെ കല്യാണമൊക്കെ ഭംഗിയായി കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി വഴിയിൽ തന്നെ നിന്ന് വീണ്ടും സംസാരിച്ച് നിൽക്കുകയായിരുന്നു. പിന്നീട് എല്ലാവരോടും ടാറ്റ പറഞ്ഞ് ഞങ്ങൾ പോയി. പിന്നെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും വീഡിയോസും ഫോട്ടോസും ഇവിടെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു കല്യാണ വ്ളോഗ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ് ഷിൻസ് ഫുഡ് കോർട്ട്.